ഗുഡ് മോർണിംഗ് ഗൈസ്. സിലിണ്ടറിൻ്റെ ഷോർട്ടേജ് കാരണം നമ്മൾ റെസ്റ്റോറൻറ്റ് അടച്ചിട്ടേക്കാണ്. അപ്പോൾ കുറച്ച് വിറക് കിട്ടിയിട്ട് മില്ലിൽ വന്നേക്കാണ്. പാനും ബിനീഷേനും പിള്ളേരൊക്കെ ഉണ്ട്. വിറകിൽ ഭയങ്കര പൊടി, മേലൊക്കെ ചൊറിയാൻ തുടങ്ങി. അപ്പോൾ വിറക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ മുതൽ തന്നെ വിറകിലാണ്, വീട്ടിൽ നിന്നാണ് ഫുഡ് ഉണ്ടാക്കി റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ വീടിനും റെസ്റ്റോറൻറ്റിനും. അങ്ങനെ വിറകിലാണ് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കണത്. ചായക്ക് മാത്രം അത്യാവശ്യം ഉള്ള സിലിണ്ടർ വെച്ച് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ അതും ഇല്ല, കഴിഞ്ഞു. സിലിണ്ടർ ഒരു അരക്കുറ്റി അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി ഓപ്പൺ ചെയ്താലും ചായ മാത്രം വെക്കാനായിട്ട് അത് യൂസ് ചെയ്യുള്ളൂ. വിറകിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ആപ്പയിലാണ് വിറക് എടുത്തുകൊണ്ടിരിക്കണേ. ഈ ഒരു ആപ്പ വിറക് 5000 രൂപയാണ്. വിറകിനും ഭയങ്കര റേറ്റ് കൂടി. പിന്നെ പ്ലസ് വണ്ടി ചാർജും. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചും കൂടി നീങ്ങിയാണ് ഈ മില്ല്, കടിങ്ങല്ലൂർ. നല്ല റേറ്റ് ഉണ്ട് വിറകിനും. എന്താ ചെയ്യാൻ പോണേന്ന് അറിയില്ല. ഇനി ഇതിപ്പോൾ തീർന്നേക്ക് മുമ്പ് അടുത്തത് കിട്ടുമെന്നും അറിയില്ല. കാര്യമായിട്ട് വിറകും ഇല്ല. ഇങ്ങനെ കുറേ കിടക്കണ കണ്ടാലും പൊടിയാണെല്ലാം. കാര്യമായിട്ട് വിറകും ഇല്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ആപ്പേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഇത് തീർന്നേക്ക് മുമ്പ് അടുത്തത് എടുക്കണം. കഴിഞ്ഞ് ബോഡി ലെവലേ എടുക്കാൻ പാടുള്ളൂ എന്ന്. ഞങ്ങൾ ഇച്ചിരി കൂടുതലെടുത്തതിന് പൈസ എൻ്റെ വരുന്നത്. ഇതുണ്ടോ ഞങ്ങളുടെ മിത്തപ്പം പറയണ ഇതേ വേർത്ത് കുളിച്ച് കൊച്ചിൻ്റെ തലയൊക്കെ പൊടിയാണ്. കൊച്ചു പറയണ ഞാനൊരു വെള്ളം പോലും കുടിക്കാണ്ടാണ് ഇവിടെ കിടന്ന് പണിയെടുത്തേന്ന്. പാവം കുഞ്ഞ്. നോക്കിയേ. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾ വിറകൊക്കെ എടുത്ത് ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ. വിറക് വീട്ടിൽ വന്ന് ഗൈസ് പുറവശത്തേക്ക് ഇറക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേര് കഷ്ടപ്പെട്ട് വിറകൊക്കെ ഇറക്കി ഗൈസ്. ടയേർഡായി ഗൈസ്. എൻ്റെ അക്കൗണ്ടിലോട്ട് ആ പൈസ ഇടും. അപ്പോൾ ഞാൻ ATM ൽ നിന്ന് എടുത്തിട്ട് 5000 രൂപ എടുത്തിട്ട് കൊടുക്കാം. ശരി ഗൈസ്. ഇവളെന്ത് പറഞ്ഞാലും എൻ്റെ അടുത്ത് പൈസ വാങ്ങിക്കല ഗൈസ്. പരിപാടി ഒന്നിനും ഒരു കണക്കില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ വിറക് കടക്കാരനെ 2 പാട്ട് പാടി കൊടുത്താലും തരൂലെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.